എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9th ട്രയാങ്കിൾസ് ചാപ്റ്റർ ട്രയാങ്കിൾസ് എക്സസൈസ് 7.1. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, ഓക്കെ, എ ബി സി എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, റൈറ്റ് ആംഗിൾ അറ്റ് സി. ഓക്കെ, അപ്പോൾ ഇത് ഒരു റൈറ്റ് ആംഗിൾ ആണ്, ഓർ 90 ഡിഗ്രി. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് എ ബി. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസ് എ ബിൻ്റെ മിഡ് പോയിന്റ് ആണ് എം. ഓക്കെ, ഒരു ലൈൻ്റെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തതാണ്. അപ്പോൾ എ എമ്മും ബി എമ്മും ഈക്വലാണ്. ഓക്കെ, സി ഈസ് ജോയിൻ ടു എം. ഓക്കെ, സിയും എമ്മും ജോയിൻ ചെയ്തു ആൻഡ് പ്രൊഡ്യൂസ്ഡ് എ പോയിന്റ് ഡി. ഡിയിലേക്ക് എമ്മും ഡിയും ജോയിൻ ചെയ്തു സച്ച് ദാറ്റ് ഡി എം ആൻഡ് സി എം ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് വേറെ എന്തും കൂടി കിട്ടി, ഡി എമ്മും സി എമ്മും ഈക്വൽ ആണ്. റൈറ്റ്, പോയിന്റ് ഡി ഈസ് ജോയിൻ ടു പോയിന്റ് ബി. എന്നിട്ട് ഡിയും ബിയും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തത് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടി. ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ട്രയാങ്കിൾ എ എം സി, എ എം സി ഈ ട്രയാങ്കിൾ, ഓക്കെ, ഈ കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ ബി എം ഡി. അപ്പോൾ ഈ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാം, എന്നിട്ട് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ തന്നെ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് എന്തൊക്കെയാണ് തന്നിട്ടില്ലെന്ന് എഴുതാം. ഓക്കെ, സോ ഗിവൺ അപ്പോൾ ഗിവൺ ട്രയാങ്കിൾ എ ബി സി ഇസ് റൈറ്റ് ട്രയാങ്കിൾ. എ ബി സി എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ അറ്റ് സി, ദാറ്റ് ഈസ് സി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1, എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. M is the midpoint of AB, so AM and BM are equal. Equation number 2, and one more thing is given, CM equal to DM. Okay, DM are equal to CM. Okay, equation number 3. So first question is, AMC is congruent to triangle BMT. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് ഞാൻ ഈ രണ്ട് ട്രയാങ്കിളും ഡിഫറെൻറ്റ് കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ബി എം ഡി എന്ന് പറയുന്നത് റെഡ് ട്രയാങ്കിളും ട്രയാങ്കിൾ എ എം സി എന്ന് പറയുന്നത് ബ്ലൂ ട്രയാങ്കിളും, ഈ രണ്ട് ട്രയാങ്കിളാണ് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന ഡീറ്റെയിൽസ് എല്ലാം, ഗിവൻ ഡാറ്റാസ് എല്ലാം ഫിഗറിൽ മാർക്ക് ചെയ്താൽ ഈസി ആയിരിക്കും പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ ഈ ബി എമ്മും എ എമ്മും ഈക്വലാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. സോ നമുക്ക് എഴുതാം എ എം equal to BM. Reason is from equation number 2 or given. പിന്നെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഈ ഫിഗറിൽ നോക്കിയാൽ ഈ ഡി എമ്മും സി എമ്മും ഈക്വൽ ആണ്. ഓക്കെ, ഈ രണ്ട് ലൈനുള്ള സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഡി എം ഈക്വൽ ടു സി എം ഫ്രം ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് കിട്ടി, ഇനി ഒരു സൈഡ് കിട്ടണം, അല്ലെങ്കിൽ ഒരു ആംഗിൾ കിട്ടണം. ഓക്കെ, പക്ഷേ ഇവിടെ ആംഗിളോ സൈഡോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും റീസൺ, രണ്ട് ലൈൻസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. റീസൺ ഈസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. സോ നമുക്കെന്താ പറയാം, DMB equal to AMC, right? അല്ലെങ്കിൽ ആംഗിൾ BMD equal to ആംഗിൾ AMC. The reason is vertically opposite angle. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി, രണ്ട് സൈഡ് കിട്ടി, ഒരു ആംഗിളും കിട്ടി. ഓക്കെ, രണ്ട് സൈഡ് ആംഗിള് രണ്ട് സൈഡിൻ്റെയും
മിഡിലാണ് ഓർ ഇൻക്ലൂഡഡ് ആംഗിളാണ്. അപ്പോൾ യൂസിങ് അല്ലെങ്കിൽ ബൈ SAS congruence rule, triangle AMC is congruent to triangle BMD. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ DBC. ഓക്കെ, DBC. ഓക്കെ, ഇത് റൈറ്റ് ആംഗിളാണ് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ് പ്രൂവ് ചെയ്യണം. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് കണ്ടുപിടിക്കാൻ പ്രൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഈ DBയും ACയും പാരലൽ ലൈനിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇഫ് DB ആൻഡ് AC ആർ പാരലൽ ആൻഡ് BC ഈസ് എ ട്രാൻസ്വേഴ്സൽ. ഓക്കെ, DBയും ACയും പാരലൽ ലൈനാണ്, BC ഒരു ട്രാൻസ്വേഴ്സലാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ Bയും ആംഗിൾ Cയും എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് ഇത് മാത്രം വരയ്ക്കാം. രണ്ട് പാരലൽ ലൈന്. ഓക്കെ, ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്താൽ ഈ രണ്ട് ആംഗിൾ കിട്ടും. ഈ രണ്ട് ആംഗിൾ നമ്മൾ എന്ത് പറയും? കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും, അല്ലെങ്കിൽ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. ഓക്കെ, ഈ കോ ഇൻറ്റീരിയർ ആംഗിൾസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇത് എപ്പോഴും സപ്ലിമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 90 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആംഗിൾ C 90 ആണ്. അപ്പോൾ ഇതും ആംഗിൾ Cയും ആംഗിൾ Bയും ആഡ് ചെയ്താൽ 180 കിട്ടുമെങ്കിൽ ആംഗിൾ C 90 ആണ്. അപ്പോൾ ആംഗിൾ B എത്രയായിരിക്കും? 190 ആയിരിക്കും. ഓക്കെ, ഇതും 90 ഇതും 90, അങ്ങനെയാണല്ലോ ടോട്ടൽ 180 കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ആംഗിൾ B 90 എന്ന് പ്രൂവ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ആംഗിൾ DBയും ACയും പാരലൽ ലൈനാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ രണ്ട് ലൈന് പാരലലാണെന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യും? രണ്ട് ലൈന് പാരലലാണെന്ന് പ്രൂവ് ചെയ്യാൻ കുറേ മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് രണ്ട് ലൈനിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് സപ്ലിമെൻ്ററി ആണെങ്കിൽ ഗിവൺ 2 ലൈൻസ് പാരലൽ ലൈൻ ആയിരിക്കും. പക്ഷേ ഇത് നമുക്ക് തന്നിട്ടില്ല. അടുത്തത്, രണ്ട് ലൈന് പാരലൽ ലൈനാണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ DBയും ACയുമാണ് രണ്ട് ലൈന്. ഇതിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ടോ? ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഓക്കെ, നമുക്കിത് ആംഗിൾ 1 എന്ന് കൊടുക്കാം, ഇത് ആംഗിൾ 2 എന്ന് കൊടുക്കാം. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണെങ്കിൽ നമുക്കെന്ത് പറയാം? ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ DBയും ACയും ഈക്വൽ ആണ്. ഓക്കെ, ഇതാണ് സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ഈ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഉള്ള ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ഈ റെഡ് ട്രയാങ്കിളും ബ്ലൂ ട്രയാങ്കിളും ഒക്കെയാണ്. അതായത് AMCയും BMDയും ആണ്. ഓക്കെ, നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സിൻസ് triangle AMC is congruent to triangle BMD, ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ റെഡ് ട്രയാങ്കിളും ബ്ലൂ ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആയിരിക്കും. എന്താ റീസൺ? CPCT. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? സിൻസ് AMC ആൻഡ് BMD ആർ congruent, angle 1 equal to angle 2, CPCT. Okay, but angle 1ഉം angle 2ഉം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? angle 1ഉം angle 2ഉം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. ഓക്കെ, സോ ബട്ട്
angle 1, angle 2 are alternate interior angles ഓക്കെ. അത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. therefore DP പാരലൽ AC. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി DB യും AC യും പാരലലാണ്. ഓക്കെ, അപ്പോൾ DB യും AC യും പാരലലാണ്. ഞാൻ ഈ ഫിഗർ ഇവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഫിഗർ നോക്കുക. ഓക്കെ, ഇത് D, ഇത് B, ഇത് A, ഇത് C. ഓക്കെ, ഈ DB യും AC യും പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ BC എന്ന ട്രാൻസ്വേഴ്സൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം, രണ്ട് പാരലൽ ലൈനിലെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്താൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, 180 ആയിരിക്കും. റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്താ പറയാം, സിൻസ് DB പാരലൽ AC ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ഡിഗ്രി. എന്താ റീസൺ? ഇതാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഓക്കെ, കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെൻ്ററി. ബട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംഗിൾ C 90 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആംഗിൾ B പ്ലസ് ആംഗിൾ ആംഗിൾ C ഈക്വൽ ടു 90, റൈറ്റ്? സോ 90 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. ദ റീസൺ ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ B പ്ലസ് 90 ഡിഗ്രി 180 ആണ്. അപ്പോൾ ആംഗിൾ B എന്തായിരിക്കും? ആംഗിൾ B ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90. ദാറ്റ് ഈസ് ആംഗിൾ B ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ ആംഗിൾ B എന്ന് ഉദ്ദേശിക്കുക നമ്മൾ ശരിക്കും ഏത് ആംഗിൾ ഈ വലിയ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ DBC ആണ് ആംഗിൾ B. ഓക്കെ, സോ നമുക്ക് അതുപോലെ തന്നെ എഴുതാം, വിച്ച് ഇംപ്ലൈസ് ആംഗിൾ DBC ഈക്വൽ ടു 90 ഡിഗ്രി or angle DBC is a right angle. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും പ്രൂവ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ട്രയാങ്കിൾ DBC ആൻഡ് ട്രയാങ്കിൾ ACB ആർ കോൺഗ്രുവൻറ്റ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ട്രയാങ്കിൾ DBC എന്ന DBC ഈ ട്രയാങ്കിൾ. ഓക്കെ, ഞാനിത് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ ഒരു പെന്നോട് മാർക്ക് ചെയ്താൽ ഈ ട്രയാങ്കിൾ DBC. ഓക്കെ, ഈ ട്രയാങ്കിളും ട്രയാങ്കിൾ ACB. ഓക്കെ, ACB ഈ ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിപ്പോൾ എന്ത് ചെയ്യണം, ലെറ്റ്സ് ടേക്ക് ദീസ് ടു ട്രയാങ്കിൾസ് ഫസ്റ്റ്. ഓക്കെ, സോ തേർഡ് വൺ. ഓക്കെ, സോ ഇൻ ട്രയാങ്കിൾ DBC ആൻഡ് ട്രയാങ്കിൾ ACB. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ എടുത്താൽ ഈ രണ്ട് ട്രയാങ്കിളും ഏതൊക്കെ സൈഡ് ഏതൊക്കെ ആംഗിൾ എന്തെങ്കിലും ഈക്വൽ ഉണ്ടോ നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ DBCയും ACBയിലും ഈ BC എന്നത് കോമൺ സൈഡാണ്. ഓക്കെ, സോ നമുക്കെന്ത് എഴുതാം, BC ഈക്വൽ ടു BC. ദ റീസൺ ഈസ് കോമൺ സൈഡ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ ആദ്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റെഡ് ട്രയാങ്കിളും ഈ സ്മോൾ റെഡ് ട്രയാങ്കിളും ഈ സ്മോൾ ബ്ലൂ ട്രയാങ്കിളും ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഈ ACയും DBയും ഈക്വൽ ആയിരിക്കും, റൈറ്റ്? CPCT. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താം, DB ഈക്വൽ ടു AC. എന്താ റീസൺ? സിൻസ് ട്രയാങ്കിൾ AMC is congruent to triangle BMD then by CPCT.
ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അത് കിട്ടണം ഒരു ആംഗിളോ ഒരു സൈഡോ ഈക്വൽ ആണെന്ന് കിട്ടണം. റൈറ്റ്, അതിനെന്താണ് വഴിയുള്ളത്? നമുക്കൊരു ഫിഗർ നോക്കാം. ഓക്കെ, ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ആംഗിൾ സി 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? ആംഗിൾ ബിയും 90 ഡിഗ്രിയാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് 90 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ അത് ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്കെന്ത് പറയാം? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. ദ റീസൺ ഈസ് ബോത്ത് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് റീസൺ സൈഡുള്ളത്? ഒരു സൈഡ്, വേറൊരു സൈഡ്, ഒരു ആംഗിൾ. ഓക്കെ, അപ്പോൾ ഏതാ ക്രൈറ്റീരിയ നോക്കാൻ നമുക്ക് ഫിഗർ നോക്കാം. ഓക്കെ, ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ്, വേറൊരു സൈഡ്, ഈ ആംഗിൾ, അതായത് രണ്ട് സൈഡിൻ്റെ മിഡിലാണ് ആംഗിൾ. അപ്പോൾ ഏതാണ് റീസൺ? ബൈ SAS കോൺഗ്രുവൻസ് റൂൾ triangle DBC is congruent to triangle ACB. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും പ്രൂവ് ചെയ്തു. ഇനി ലാസ്റ്റ് പാർട്ടാണ് CM ഈക്വൽ ടു ഹാഫ് ഓഫ് AB. ഓക്കെ, ഈ CM എന്നത് ABയുടെ ഹാഫ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ലാസ്റ്റ് പാർട്ട്. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ CMഉം ABയും വരുന്ന രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, CM വരുന്ന ട്രയാങ്കിൾ ആൻഡ് AB വരുന്ന ട്രയാങ്കിൾ. ഓക്കെ, അത് ട്രയാങ്കിൾ DBCയും ABCയുമാണ്. ഓക്കെ, നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, ഇൻ ട്രയാങ്കിൾ DBC ആൻഡ് ട്രയാങ്കിൾ ACP, ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നമ്മളെന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അല്ലെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫ്രം ദി അബവ്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് എന്ത് പറയാം? ഈ ABയും DCയും ഈക്വൽ ആണെന്ന് പറയാം. റൈറ്റ്, അപ്പോൾ നമുക്കെന്ത് പറയാം? ഇവിടെ CD ഈക്വൽ ടു AB. ഓക്കെ, യൂസിങ് CP/CT. ഇത് രണ്ട് ഈക്വൽ ആണ്. ഓക്കെ, നമ്മൾ ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ CD എന്ന് പറയുന്നത് ഈ CMഉം DMഉം ആഡ് ചെയ്തതാണ്. റൈറ്റ്, CM പ്ലസ് DM ആണല്ലോ CD. ഓക്കെ, അപ്പോൾ നമുക്ക് CDക്ക് പകരം എന്ത് ചെയ്താൽ? CDക്ക് പകരം CM പ്ലസ് DM ഈക്വൽ ടു AB എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ CM DM ആഡ് ചെയ്തപ്പോൾ നമുക്ക് AB എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്കെന്താ പ്രൂവ് ചെയ്യേണ്ടത്? CMഉം AB ഈക്വൽ ടു ഹാഫ് ഓഫ് AB എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ DM നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യണം. നമ്മൾ ഇക്വേഷൻ 3 നോക്കുകയാണെങ്കിൽ DMഉം CMഉം ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ DMന് പകരം നമുക്ക് എന്ത് ചെയ്യാം? CM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഫ്രം ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുമ്പോൾ DM ഇൻസ്റ്റെഡ് ഓഫ് DM നമുക്ക് എന്ത് ചെയ്യാം? CM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈക്വൽ ടു AB ഫ്രം ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തായിട്ട് CM പ്ലസ് CM ഇസ് ഈക്വൽ ടു AB, അതായത് 2CM ഈക്വൽ ടു AB. ഇപ്പോൾ അങ്ങനെ എന്താ കിട്ടും? CM ഈക്വൽ ടു AB ഡിവൈഡ് ബൈ 2. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? CM ഈക്വൽ ടു ഹാഫ് ഓഫ് AB. ഓക്കെ, ഇതാണ് പ്രൂഫ്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.